അമ്മൂട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കിടിലൻ ക്രാഫ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ കേക്ക് ബോർഡ് ആർക്കും ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ കേക്ക് ബോർഡ് ഇനി മുതൽ കളക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കിടില ഐറ്റംസ് ക്രാഫ്റ്റൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ബ്ലാക്ക് പെയിൻറ്റ് ഇത് ഫുള്ളായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു സ്പോഞ്ചാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പാലറ്റിലേക്ക് ഇതുപോലെ ഇച്ചിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. 2 കോട്ട് കൊടുക്കുന്നത് അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് കൊടുത്തിട്ട് കാണാം കേട്ടോ. ഗൈസ്, ഇപ്പോഴത്തെ നമ്മൾ ഒരു കോട്ട് അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫിനിഷിങ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ സെക്കൻഡ് കോട്ടും കൂടി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയിട്ട് നമുക്ക് സെക്കൻഡ് കോട്ട് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ടും അടിച്ചത് ഇതുപോലെ നല്ല വൃത്തിക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു കേക്ക് ബോർഡ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഗൈസ്, പിന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ബഡ്സ് എടുക്കുക. ബഡ്സ് ഇയർബഡ്സ് ആണ്. ഈ ഇയർബഡ്സിൻ്റെ ഈ സൈഡിലെ കോട്ടൺ ഇല്ലേ, അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഗൈസ്, ഇപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തെടുത്തത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ വെട്ടി വെച്ചിട്ടുള്ള ഇതില്ലേ, അത് നമുക്കൊരു ഒരു ഫ്ലവർ പാറ്റേണിൽ ആക്കിയെടുക്കണം. ഞാൻ ഇതുപോലെ കുറച്ച് ഫ്ലവർ പാറ്റേൺ പോലെ ആക്കി എടുക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 5-6 ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അതായത് ഞാനൊന്ന് വെച്ച് നോക്കുവാണ് കേട്ടോ, എന്നിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി 5-6 കൂടെ വേണം, അപ്പോഴാണ് ഒരു സെറ്റപ്പ് ആവുക. ഗൈസ്, അപ്പോൾ നമുക്കിത് പശ വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഫെവിക്കോളാണ്. ഫെവിക്കോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഞാൻ ഇതുപോലെ പെയിൻറ്റ് ഉപയോഗിച്ച് ഗ്രീൻ പെയിൻറ്റ് ഉപയോഗിച്ച് ഇതുപോലത്തെ കുറച്ച് ലീവ്സും കൂടെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതോടെ ഫിനിഷ് ചെയ്യാം, പക്ഷെ ഞാൻ ഇച്ചിരിയും കൂടെ ഒരു വർക്കും കൂടെ ചെയ്യുന്നുണ്ട്. ഇതിന് പോട്ടൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട്, അപ്പം അതും കൂടെ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചട്ടിയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഇതെന്ത് ഒരു കുട്ടി സാധനമായി പോയി എന്നാണ് തോന്നുന്നത്. എനിക്ക് ഇച്ചിരിയൊക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യും. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഒരു ഗിൽറ്റ് സെല്ലോ ടേപ്പ് ഉപയോഗിച്ചത് ഇതുപോലെ ഫ്രെയിം പോലെ ഇതുപോലെ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ലൊരു സെറ്റപ്പായി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഴപ്പമില്ല, നല്ലൊരു
ഐഡിയ ആയിരുന്നു. ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ. ഇറ്റ്സ് മീ അമ്മു സൈനിങ്.